എവരി 12 to 15 ഇയേഴ്സിൽ നമുക്ക് അത് 5 കോടി കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പുറത്തായിരുന്നു, ഞാനിവിടെ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ടു, അത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ വെറുതെ കിടക്കും. ഇത് വാങ്ങുന്നവർക്ക് ലാഭം, കൊടുക്കുന്നവർക്ക് ലാഭം, കമ്പനിക്ക് ലാഭം, ഗവൺമെന്റിന് വളരെ വലിയ ലാഭം. അതായത് 16 ചന്ദന മരങ്ങൾ 4 സെന്റിൽ ചുറ്റും നട്ടിട്ട് നടുക്ക് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ചന്ദനമരത്തോപ്പുകൾക്കിടയിൽ പാർക്കാം. അതാണ് ടൈറ്റിൽ. അവിടെ നമുക്കൊരു കേവ് കോട്ടേജ്, ഒരു പ്ലോട്ട് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നാളെ 15 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ 5 സെന്റ് സ്ഥലം അവിടെ കിടക്കുക. റീപ്ലാന്റ് സമയം വീട് വെക്കണമെങ്കിലോ എങ്ങനെയാണെങ്കിലും അത് വിഷയമല്ല. അതായത് നമ്മൾ വേറെ ഏതൊരു കൃഷി ചെയ്താലും ശരിയാ, ബാക്കി കൃഷികളെല്ലാം വേണം. പക്ഷേ ഈ കൃഷിയിലൂടെ ഒരു ഫാമിലിക്ക് കിട്ടുന്ന കോടികളാണ്. ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ആർമിയിൽ സർവീസ് ചെയ്താൽ എനിക്ക് 1 കോടിയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രയും പെട്ടെന്നൊന്നും ഇത്രയും വലുതാവുന്നു. 13.5 അല്ല, ഇപ്പോൾ 14 സെന്റിമീറ്ററോളം വലുപ്പം വെച്ചു. നാച്ചുറലി ഇതിന് വളരെ വലിയ ഇൻകം ജനറേറ്റ് ആവും. അതിലൂടെ നമുക്ക് നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെയും മൊത്തം, അതായത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയ ആ ചന്ദനത്തിൻ്റെ മാർക്കറ്റ് നമുക്ക് തിരികെ പിടിക്കാൻ പറ്റും. നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ചന്ദനം കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. പുൽപ്പള്ളിയിൽ 1400 ഏക്കറിൽ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ബൃഹത് പദ്ധതിയാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം നടത്തുന്നത്. ആ സ്ഥാപനത്തെ ആദ്യം ഞാൻ കണ്ടത് സംശയത്തോടെയാണെങ്കിൽ പിന്നീട് ചന്ദനമരം വളർത്തി അതിലൂടെ കോടികൾ സമ്പാദിക്കാമെന്ന് കൃത്യമായി മറ്റു ഫാർമേഴ്സ് അസോസിയേഷൻ വഴി ഞാൻ പഠിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമുള്ള ഫാർമേഴ്സ് അസോസിയേഷൻ കൃത്യമായി ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അവിടെ ജനങ്ങൾക്ക് അതുപോലെ കിട്ടുന്നത്. അത് വ്യക്തിഗതമായിട്ടാണ് നടത്തുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. 5 സെന്റിന് ഒരു അവകാശി എന്നുള്ള രൂപത്തിലാണ് ഈ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം ഈ പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ്. ചന്ദന കൃഷി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് അതേപോലെ സെൻട്രൽ ഗവൺമെന്റും വലിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എല്ലാം മനസ്സിലാക്കി അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയാണ് നിഷാദ് അബൂബക്കർ എന്ന് പറയുന്ന തന്ത്രശാലിയായ ദീർഘകാഴ്ചയുള്ള പ്ലാനിംഗ് ഉള്ള ശാസ്ത്രീയമായുള്ള പ്രവർത്തനങ്ങൾ അറിയുന്ന ബിസിനസ്സുകാരൻ മുന്നോട്ട് വന്നത്. അത് വലിയ വിജയമായിട്ട് തന്നെ നമുക്ക് കരുതാൻ പറ്റും. ഞാൻ ഈ പദ്ധതി ആദ്യം തട്ടിപ്പാണെന്ന് കരുതിയെങ്കിലും പിന്നീട് അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇതിവിടെ നാടിനാവശ്യമാണ്, നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യമുണ്ടാക്കുന്ന പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ ഈ ചന്ദനമരം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. വയനാട്, അതേപോലെ ഇടുക്കി, അട്ടപ്പാടി തുടങ്ങിയ 700 അടി ഉയരം വരെയുള്ള സ്ഥലങ്ങളിൽ നല്ല തണുപ്പും ചതുപ്പ് ചരിഞ്ഞ ഭൂമിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചന്ദനമരം നട്ടു വളർത്താൻ പറ്റുള്ളൂ. അങ്ങനെ പുൽപ്പള്ളിയിൽ ആ സ്ഥലം കണ്ടെത്തുകയും ഇവർ ഇപ്പോൾ 1400 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് അവിടെ ചന്ദന കൃഷിയും അതേപോലെ കോട്ടേജുകളും തുടങ്ങിയാണ്. കോട്ടേജുകൾ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് കോട്ടേജുകൾ. 60 ലക്ഷം രൂപ വില വരുന്ന കോട്ടേജുകൾ വാങ്ങുമ്പോൾ 5 സെന്റ് സ്ഥലവും കിട്ടും, 16 ചന്ദനമര തൈകളും കിട്ടും, മരങ്ങളും കിട്ടും, അതോടൊപ്പം കോട്ടേജ് ഉണ്ട്. കോട്ടേജ് എന്ന് പറഞ്ഞാൽ 20,000 രൂപ വരെ ഒരു ദിവസം വരുമാനം കിട്ടുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്ന മഡ് കൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള കോട്ടേജാണ്. അതിൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെയുള്ള പദ്ധതികളിൽ ചേർന്ന ആളുകളെ ഞാൻ കാണുകയാണ്. ഇത് തട്ടിപ്പാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അതിൽ ചേർന്ന് പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ആളുകളെ കാണുക. അങ്ങനെ ഞാൻ കണ്ടെത്തിയപ്പോൾ അവരെല്ലാവരും ഒരു ഫാർമേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഫാർമേഴ്സ് അസോസിയേഷൻ ഒരുമിച്ച് ഈ 73 പേരാണ് ആദ്യം വാങ്ങിയിട്ടുള്ളത്. 73 പേര് എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ടല്ല എന്ന് മനസ്സിലാക്കണം. അവർ 2-3 പ്ലോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പ്ലോട്ടിന് 12 മുതൽ 16 ലക്ഷം രൂപ വരെയാണ് വരുന്നതെങ്കിൽ കോട്ടേജ് അടക്കമുള്ളതിന് 60 ലക്ഷം രൂപയാണ് വരുന്നത്. കോട്ടേജ് അടക്കമുള്ളതിൽ നിന്നാണെങ്കിൽ ആ കോട്ടേജിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ദിവസേന മിനിമം 20,000 രൂപ മുതൽ 20,000 രൂപ വീതം കിട്ടും. അതായത് 6 ലക്ഷം രൂപ ഒരു മാസം വേണമെങ്കിൽ കിട്ടാം. കുറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു 3 ലക്ഷം രൂപയെങ്കിലും മാസ വരുമാനം കിട്ടും. അതായത് 6 ലക്ഷം രൂപ വീതം കിട്ടുകയാണ്. 10 മാസം കൊണ്ട് പണം ഇറക്കിയത് അവർക്ക് മുതലാക്കാൻ പറ്റും, തിരിച്ചു കിട്ടും. പിന്നെ എല്ലാ കാലത്തും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ ചന്ദനമരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് 15 വർഷം കൊണ്ട് ഇറക്കിയ പൈസയുടെ 20 ഇരട്ടിയെങ്കിലും കിട്ടും. അതായത് 3 കോടി രൂപയെങ്കിലും കിട്ടും. ഇന്നത്തെ വില ചന്ദനത്തിന് 20,000 രൂപയാണ്. അതൊരു 15 കൊല്ലം കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 50,000 രൂപയായി മാറും. അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 15 ലക്ഷം രൂപ ഒരു മരത്തിൽ നിന്ന് കിട്ടും, ഈൽഡിങ് കിട്ടും. വീണ്ടും അത് അവർക്ക് ആ ചന്ദനമരം വീണ്ടും നട്ട് വളർത്തി കാലാകാലം ഈ പ്രദേശത്ത് നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും.
അങ്ങനെയുള്ളൊരു വലിയ പദ്ധതിയാണ് ഇവർ കൊണ്ടുവന്നത്. അതിന് അവർ ഒരു സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുവർക്കിയുടെ ഇൻ്റർവ്യൂ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്നലെ. കൂടാതെ ഈ പ്ലോട്ടുകൾ വാങ്ങിയ ഏഴോളം പേരുടെ അനുഭവങ്ങളും പങ്കിട്ടിരുന്നു. അവരെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട്. കാരണം അത്രയും സുരക്ഷതയോടെ, അത്രയും അതേപോലെ ഫെൻസിങ് കെട്ടി, അതോടൊപ്പം തന്നെ കൃത്യമായി പരിചരിച്ചിട്ടാണ് ഇവിടെ പദ്ധതി മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും CCTV ദൃശ്യങ്ങൾ അവരുടെ മൊബൈലിൽ തന്നെ കാണാം. തങ്ങളുടെ ചന്ദനമരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ അവർക്ക് അപ്പോൾ കിട്ടും. അങ്ങനെയുള്ള പദ്ധതിയിൽ ചേർന്നിട്ടുള്ള 7 പേർ കൂടാതെ ഞങ്ങൾ ഇന്ന് അവിടെ വാങ്ങിയിട്ടുള്ള 7 പേരുടെ അനുഭവങ്ങൾ പങ്കിടുകയാണ്. നിങ്ങൾക്കും ഇവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കും അതേപോലെ പ്ലോട്ടുകൾ വാങ്ങാം. ഒന്നുകിൽ കോട്ടേജ് അല്ലെങ്കിൽ ചന്ദന 5 സെന്റ് വീതമുള്ള സ്ഥലത്ത് 20 ചന്ദന മരങ്ങളുള്ള സ്ഥലം പ്ലോട്ടും. അപ്പം അത് ഒരു സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയായിട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ആട് തേക്ക് മാഞ്ചിയം പോലെയുള്ള തട്ടിപ്പല്ല. ഇത് കൃത്യമായി ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി, കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തെപ്പറ്റി സത്യമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യങ്ങൾ പഠിച്ചു മാത്രമേ ഞാൻ പറയുള്ളൂ. തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പാണെന്ന് പറയും. അതിൽ വേറെ ഒരു പരിപാടി നിൽക്കില്ല. ഇവിടെ വന്ന് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന 7 പേരുടെ ഇന്റർവ്യൂ കേൾക്കൂ. നമസ്കാരം സർ. നമസ്കാരം. സാറിന്റെ പേരെന്താ? റാഫി മതിലകം. മാമിന്റെ പേര്? ഷഹീന. നിങ്ങൾ ഇത് എത്ര വർഷമായി ഇൻവെസ്റ്റ് ചെയ്തിട്ട്? ഇപ്പോൾ 1 വർഷമായി. കാരണം ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 25 വർഷമായിട്ട് എനിക്ക് ഇവരെ അറിയാം. കൂടെ അറിയുന്നവരാണ്. അപ്പോൾ സാറ് വയനാട് ഇതിന് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ആളാണോ? ഇല്ല, ഈ ഒരു പ്രൊജക്റ്റ് വന്നപ്പോഴാണ് ഈ വൈഫിന്റെ പേരിൽ ഇപ്പോൾ 5 സെന്റും 20 ചന്ദനമരമായിട്ടുള്ള സ്ഥലം വാങ്ങിയത്. അപ്പോൾ അതായത് കൊടുങ്ങല്ലൂരുകാരായ നിങ്ങൾ വയനാട്ടിൽ ഇവരുടെ കെയർ ഓഫിൽ സ്ഥലം എടുത്തു. സാറിന് ആരും ആഗ്രഹിക്കും വയനാട്ടിൽ അല്ലെങ്കിൽ മൂന്നാർ ഒരു 5 സെന്റ് സ്ഥലമൊക്കെ നമ്മുടെ പേരിൽ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹം. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രയും പെട്ടെന്നൊന്നും ഇത്രയും വലുതാവുന്നു. 13.5 അല്ല, ഇപ്പോൾ 14 സെന്റിമീറ്ററോളം വലുപ്പം വെച്ചു. അത് അതിശയോക്തിയാണ് സത്യത്തിൽ. അത് വണ്ണം വെച്ചു. കാരണം 50 സെന്റിമീറ്ററെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. ഗവൺമെന്റ് പറയുന്ന ഒരു വർഷം 2 മാസം കണക്കായിക്കോളും. എന്നാലും 14 സെന്റിമീറ്ററോളം ഇപ്പോഴത്തെ കണക്കിൽ, ഈ ഒരു സമയത്തെ കണക്കിൽ 13.5 നമ്മളൊരു 2-3 ആഴ്ച മുമ്പ് നോക്കിയത്. ഈ വയനാട് ഇപ്പോൾ പറഞ്ഞു സ്ഥലം ഉണ്ടാവുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ് എന്നുള്ളത്. അവിടെ തന്നെ ഇപ്പം പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന സമയത്ത് ഉള്ള സ്ഥലം അങ്ങനത്തെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചൂരൽമല എന്ന് പറയുന്നത് 1-2 വാർഡുകൾ മാത്രമാണ്. നമ്മളിപ്പോൾ ഈ എറണാകുളത്ത് 2 വാർഡ് എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലമുണ്ട്? കുറച്ചേ ഉള്ളൂ. ബാക്കി എത്രയോ നല്ല സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗവൺമെൻറ് വാണിങ് കൊടുത്തൊരു സ്ഥലം തന്നെയാണ്. അതൊരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച സ്ഥലമല്ല. അവിടെ ഇത് സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മളെടുത്ത സ്ഥലങ്ങളില്ലേ, ദൈവാധീനം കൊണ്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു 50-60 വർഷത്തേക്ക് കലാമിറ്റീസ് ഒന്നും വരാത്ത നല്ല സ്ഥലമാണ്. അവിടെ പുഴകളോ അങ്ങനെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെള്ളം കെട്ടുന്ന സ്ഥലങ്ങളോ ഒന്നുമല്ല. നിയമവിരുദ്ധമായിട്ടൊന്നല്ല. ഇവിടെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നിരുന്നു. ഞാനൊക്കെ ഇത് കൂടുതൽ, ഞാൻ സത്യം പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഒന്നും പഠിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇത് പഠിച്ചു വന്നപ്പോൾ കമ്പനി ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇത് ഓരോരുത്തരായിട്ട് എടുക്കുന്നതല്ലേ. ഇപ്പം ഞാനെടുത്തു, ഞങ്ങൾ ആഗ്രഹമാണ്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ ആഗ്രഹമാണ് ഒരു 5 സെൻറ്റ് സ്ഥലവും 20 സെൻറ്റ്, അത് വയനാട്. അപ്പോൾ അതിലൊരു ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഇത് മാത്രമല്ല, ഒപ്പം കോട്ടേജ് വന്നപ്പോൾ അതും എടുക്കാൻ പറ്റി. അപ്പോൾ 2 കാര്യങ്ങളും കയ്യിൽ കിട്ടി. അതായത് 5 സെന്റിൽ 20 ചന്ദനമരം അല്ലാതെ ഒരു കോട്ടേജും കൂടെ. അതായത് 16 ചന്ദനമരങ്ങൾ 4 സെന്റിൽ ചുറ്റും നട്ടിട്ട് നടുക്ക് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ചന്ദനമരത്തോപ്പുകൾക്കിടയിൽ പാർക്കാം. പാർക്ക്, അതാണ് ടൈറ്റിൽ. അവിടെ നമുക്കൊരു കേവ് കോട്ടേജ് ഒരു 450 സ്ക്വയർ ഫീറ്റിൽ. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഉയർന്നൊരു സംശയമാണ്, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു സംശയം. ഇത് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് രീതിയിലാണ് പ്രോപ്പർട്ടി ഉപയോഗിക്കുക? അല്ല, ഇത് ഗവൺമെന്റ് എടുക്കാം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചന്ദനം പ്രോപ്പർട്ടി നമ്മളുടെ പേരിൽ തന്നെയാണ്. വീണ്ടും നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. ഇനി എനിക്ക് വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം. ഒരിക്കലും ഞാൻ വീട് വെക്കില്ല. വീട് വെക്കാൻ എത്ര സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇത്രയും, അതായത് ചന്ദനം വളരാൻ ഏറ്റവും സാധ്യതയുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല മണ്ണ് ശരിക്കും അവിടെയാണെന്നാണ് പഠന റിപ്പോർട്ട്. വയനാട് പുൽപ്പള്ളി ഭാഗത്ത് ഒരു 50-55 കിലോമീറ്റർ ചുറ്റളവിൽ. കാരണം ഇവിടെ കാരണന്മാർ പറഞ്ഞ ഒരു പേരിൽ കുത്തിയ മുളക്കുന്ന കാരണന്മാർ പറയും, ഒരു ചൊല്ലാണ്. അത്രയും ഫലഭൂയിഷ്ടമായ ബ്ലാക്ക് സോയിൽ, അതും കാലാവസ്ഥ, പ്രകൃതിയുടെ ഒരു ചേർത്ത് വെപ്പുണ്ട്. ഒരു മരം വളരാനായിക്കോട്ടെ, ചന്ദനം വളരാനായിക്കോട്ടെ, അതിന് പ്രകൃതി നൽകേണ്ട ഏറ്റവും നല്ല സമ്പദ് വ്യവസ്ഥ, അതായത് ഭൂസ്വത്ത് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. അത് ദൈവാധീനം കൊണ്ട് അങ്ങോട്ട് എത്തിച്ചതാണ്. ശരിക്കും ഞങ്ങൾ ആദ്യം 3 കമ്പനി പ്ലാൻ ചെയ്തേ.
അഡ്വാൻസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ നേരെ ലിസിയാമ്മ സണ്ണി എന്നൊരു വ്യക്തിയിലൂടെ അങ്ങോട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. മണ്ണിലും. കാരണം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വില കുറയാത്ത ഒരേ ഒരു വസ്തുള്ളൂ, അത് നമ്മൾ ചവിട്ടി നടക്കുന്ന നമ്മുടെ മണ്ണാണ്. ഭൂമി ദേവി ചതിക്കില്ല. കാരണം അതുകൊണ്ട് ജീവിക്കുക എല്ലാവരും. ഇവിടുത്തെ ലോകത്തിൽ വരുന്ന 5% കോടീശ്വരന്മാരൊക്കെ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റാണ്, റോയൽ ബിസിനസ്സാണ്. അതിവിടെ മാത്രമല്ല, അത് ദുബായി പോകുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറി. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ബ്രോക്കർമാരെന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷെ ഇവിടെ മാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ റിയൽ എസ്റ്റേറ്റ് നടക്കുന്നുണ്ട്, ഭൂമി കച്ചവടം ഒരു വശത്ത് നടക്കുന്നുണ്ട്, ചന്ദനം ഒരു ഭാഗത്ത് നടുന്നുണ്ട്, കോട്ടേജ് മറ്റു ഭാഗത്ത് നടക്കും. പക്ഷേ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു നല്ലൊരു പ്രൊജക്റ്റാക്കി മാറ്റാൻ ഈ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയമായിട്ട് വരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് വാവരാജൻ. സ്ഥലം? വയനാടാണ്, മാനന്തവാടി. ജോലിയോ? ജോലി ഞാൻ ഒരു എക്സ്-ആർമി പേഴ്സണാണ്. 25 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ എങ്ങനെയായാലും ചന്ദനം എന്ന് പറയുന്നത് നല്ല വാല്യൂ ഉള്ളൊരു സാധനമാണ്. ഓഫ് കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ കമ്പനിയും കർഷക കൂട്ടായ്മയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്നുള്ളത് ചർച്ച ചെയ്യണം എന്തായാലും. അപ്പോൾ ഒരു ആർമി പേഴ്സൺ എന്നുള്ള നിലയിൽ സാറിന് അവിടുത്തെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് കണ്ട സമയത്ത് എന്താ തോന്നിയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണത്. ശരിക്ക് ഏറ്റവും കൂടുതൽ മോശം പോകുന്നൊരു സാധനമാണ് ചന്ദനം. കാരണം ഈ ലോകത്ത് 6000 ടൺ ആവശ്യമുണ്ട്, 600 ടൺ പോലും പ്രൊഡക്ഷൻ ഇല്ല. ഇന്ത്യയിൽ 2000 ടൺ പ്രതിവർഷം ആവശ്യമുണ്ട്, 100 ടൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് പുറത്ത് ഭയങ്കര വാല്യൂ ആണ്, എക്സ്പോർട്ട് ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഞാൻ നോക്കുമ്പോൾ സാറ്റലൈറ്റ് സർവൈലൻസ് ഉണ്ട്, CCTV, സ്മാർട്ട് ചിപ്പ് ഇൻസ്റ്റലേഷൻ മരങ്ങളിൽ, അത് കഴിഞ്ഞ് ഡോഗ് സ്ക്വാഡ്, ഇലക്ട്രിക് ഫെൻസിങ്, 24 hours അവിടുത്തെ വർക്കേഴ്സിൻ്റെ നോട്ടം, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ഒരു സെക്യൂരിറ്റിയാണ് ഇതിനു വേണ്ടി തരുന്നത്. ഒരു ആർമി ഏരിയ എങ്ങനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അത്രയും നല്ല രീതിയിലാണ് ഇവരിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു. അതുകൂടാതെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾക്കൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആർമിയിൽ എനിക്ക് ജോലി കിട്ടിയ സമയത്ത്, ആർമിയിൽ എനിക്ക് പോകാൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ വലിയ സന്തോഷം തോന്നിയിരുന്നു. എന്നാൽ അതിലും വലിയ സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത്. ബിക്കോസ് ഇവിടെ ജനങ്ങളെ സേവിക്കുന്നതിൻ്റെ കൂടെ പ്രകൃതിയെ കൂടി സംരക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ഇത് വാങ്ങുന്നവർക്ക് ലാഭം, കൊടുക്കുന്നവർക്ക് ലാഭം, കമ്പനിക്ക് ലാഭം, ഗവൺമെൻറ്റിന് വളരെ വലിയ ലാഭം, ലാൻഡ് രജിസ്ട്രേഷനും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ടാക്സും കാര്യങ്ങളുമൊക്കെ. പിന്നെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന കമ്പനി ഇതൊക്കെ ഇൻസ്റ്റലേഷൻ വരുമ്പോൾ നാച്ചുറലി ഇതിന് വളരെ വലിയ ഇൻകം ജനറേറ്റ് ആവും. അതിലൂടെ നമുക്ക് നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെയും മൊത്തം, അതായത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയ ആ ചന്ദനത്തിൻ്റെ മാർക്കറ്റ് നമുക്ക് തിരികെ പിടിക്കാൻ പറ്റും. ഇന്നത് ഓസ്ട്രേലിയയുടെ കയ്യിലാണ്. ഓസ്ട്രേലിയ ഇന്ത്യൻ ചന്ദനം എന്നും പറഞ്ഞിട്ട് ലോകത്ത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പണ്ടുണ്ടായിരുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ രാജാവ്, അത് രാജാക്കന്മാരുടെ ഇതാണ്, അത് എന്താ പറയുക, കീഴാളന്മാർ വളർത്താൻ പാടില്ലെന്നും അവരുടെ ഭൂമിയിലുണ്ടെങ്കിൽ അത് രാജാവിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് രാജാവിൻ്റെ മാത്രമാക്കി മാറ്റി. അതിന് ശേഷം വന്ന ഈ ബ്രിട്ടീഷുകാരും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. അത് കഴിഞ്ഞ് വന്ന നമ്മുടെ ഗവൺമെൻറ്റുകളും അത് തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് ആരും കൃഷി ചെയ്യാതായി. പിന്നെ ഗവൺമെൻറ് ഒരു ഇത് വന്നു, 70% നിങ്ങൾക്ക് തന്നേക്കാം, ബാക്കി 30% ഗവൺമെൻറ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴും ജനങ്ങളിത് ഏറ്റെടുത്തില്ല. കാരണം ഭയം കളവ് പോകുന്നുള്ളതാണ്. കളവ് പോയി കഴിഞ്ഞാൽ ആരുടെ പേരിൽ, ആരുടെ ഭൂമിയിലാണോ അതുള്ളത് അവരുടെ പേരിലാണ് കംപ്ലയിൻറ്റ് വരിക. അതൊരു വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ അത് മാറ്റി ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 100% നിങ്ങൾക്ക് തന്നെ തന്നേക്കാം. അപ്പോഴും ജനങ്ങൾ ഏറ്റെടുക്കാൻ ഭയന്നിരുന്നത് ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിന് പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ അതെല്ലാം മാറ്റി മോഷണം പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗം, അതുകൂടാതെ സ്മാർട്ട് ഫോറസ്റ്റ്, ഇതിന് രണ്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഇപ്പോൾ നമ്മളുടെ ഈ ജസ്പെറ്റ് ഇൻ്റർനാഷണൽ കമ്പനി ഈ ലോകത്ത് തന്നെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് വളരെ വലിയ ഇതായിരിക്കും. വയനാട് ഡിസ്ട്രിക്റ്റ് ഓൾറെഡി വലിയൊരു ഭൂമിയിലേക്ക് പോകും. കേരളം അതേമാതിരി ഇന്ത്യ, ഓൾ വേൾഡിലെ മാർക്കറ്റ് നമ്മളിലേക്ക് തിരിച്ച് പിടിക്കാൻ. ഒരു ഏക്കറിലാണ് ഇത്രയും തൈകളുള്ളത്, 5 സെന്റിൽ 20. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇന്ത്യയിൽ ഇപ്പോൾ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് ആ ഒരു വാല്യൂയിലേക്ക് എത്താൻ നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ട് പറ്റുമോ? 15 വർഷം കൊണ്ട് വരില്ല, വരുന്നൊരു 40 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ പറ്റിയേക്കും. അതെ, റീപ്ലാന്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൾ വേൾഡിലുള്ള റിക്വയർമെൻറ്റ് മുഴുവനാക്കാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല ദിവസവും ഇതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂട്ടിലൈസേഷൻ കൂടുകയാണ്, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ആയുർവേദിക് അരോമതെറാപ്പി നോർമൽ ഇതിലായിരുന്നു. ഇപ്പോൾ അത് ഇംഗ്ലീഷ് മെഡിസിനിൽ അടക്കം ഉപയോഗിക്കാൻ വരുന്നുണ്ട്. ക്യാൻസറിന് ഏറ്റവും വലിയൊരു ഇതാണെന്ന് പറയാം.
അപ്പോൾ അതിലൂടെ ഇപ്പോൾ നമ്മുടെ കമ്പനി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ടൂറിസത്തെക്കുറിച്ച് കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് 16 ചന്ദന മരങ്ങളാൽ ചുറ്റപ്പെട്ട കോട്ടേജ് അത് ഈ ലോകത്തെവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ കൂടി വന്നു കഴിയുമ്പം ശരിക്കും നമ്മളുടെ സൊസൈറ്റി വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകും, ഒരു സംശയമില്ല അതിൽ. എല്ലാവരും എടുത്തു പറഞ്ഞ സെക്യൂരിറ്റി എന്ന് പറയുന്നത് CCTV ചിപ്പ് അങ്ങനെയുള്ളത് മാത്രമാണ്. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്? സാറ്റലൈറ്റ് സർവൈലൻസ് ഉണ്ട്, അതുകൂടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്, പിന്നെ ഡോഗ് സ്ക്വാഡ്. ഏറ്റവും മെയിനായിട്ടുള്ള ഇതാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടി ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു അതിൽ. കാരണം രാത്രിയിൽ അതായത് ഗാർഡ് ഉറങ്ങിപ്പോയാൽ പോലും രാത്രിയിൽ പട്ടി അത് ഉണർന്നിരിക്കും. ഡോഗിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഡോഗ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇവിടെ പ്രൊവൈഡ് ആവുന്നുണ്ട്. പിന്നെ അതുകൂടെ 24 hours അവിടെ ആൾക്കാരുണ്ടാവും. പിന്നെ ഈ സ്മാർട്ട് ചിപ്പിലൂടെ ഒരു ശക്തിയായിട്ട് ആ മരത്തിൽ ആരെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും കൊള്ളുകയോ ചെയ്താൽ 10 മൊബൈലിലേക്കാണ് ഇതിൻ്റെ മെസ്സേജ് പോവുക. പോലീസ് സ്റ്റേഷൻ, ഗാർഡ് കൺട്രോൾ റൂം, MD, ചെയർമാൻ, ഇതിൻ്റെ ഓണറിൻ്റെ നെക്സ്റ്റ് ഓഫ് കിൻ, അതേപോലുള്ള എല്ലാ ഇതിലേക്കും പോകും. അതായത് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന രീതിയിലുള്ള ആശങ്കകളൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല. ഒരാവശ്യമില്ല. കാരണം ഇത്രയും വലിയ സെക്യൂരിറ്റി അതെ, സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വിശ്വാസ്യതയിൽ പല മാധ്യമങ്ങളും ഇതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന്റെ പ്രശ്നമാണ്. മാധ്യമങ്ങളുടെ അറിവ് കുറവ് കൊണ്ടാണ്. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മളെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ പോലും അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. IWST സൈറ്റിനെ കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് തെറ്റ് പറയല്ല, ബിക്കോസ് അവർ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതാണ് ശരി. അതാണ് മെയിൻ. നമുക്ക് എന്താ സാർ മുന്നേ പറഞ്ഞ പോലെ ഇത്ര പ്രൊഡക്ഷൻ ഒക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളായിരിക്കും. അതായത് മൈസൂർ സാൻഡൽ സോപ്പിൻ്റെ ആ കമ്പനി മേടിച്ചത് കഴിഞ്ഞ വർഷം 157 കോടി രൂപയുടെ ഓയിലാണ്, എസൻഷ്യൽ ഓയിൽ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഇവിടെ തന്നെ ഉപയോഗിക്കേണ്ട പണമാണ് ഈ പോകുന്നത് പുറത്തേക്ക്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പുതിയ സംരംഭം അത് ഈ ലോകത്ത് ആദ്യമായിട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ കേൾക്കുമ്പം പഴയ നടന്ന തട്ടിപ്പുകളെ കുറിച്ചൊക്കെയാണ്, ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ അതിനെ ടാലി ചെയ്യുന്നത്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ബിക്കോസ് ഇത് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ലോകത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്, ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ ആൾക്കാർ ഇതെല്ലാം മാറ്റിക്കോളും, ഇങ്ങനെയുള്ള താരതമ്യപ്പെടുത്തലൊക്കെ ഒഴിവാക്കും. ഇതിൽ വേറൊരു ആശങ്ക എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ്, ജസ്പേഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ് പുറത്തു വരുന്നത്. അതിലപ്പുറം ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന കർഷക സംഘടനയുണ്ട്. അത് രണ്ടും കൂടെ ഉള്ളൊരു പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾ രണ്ട് സൈഡുകളും? അതെ, ഇത് പിന്നെ ഗവൺമെൻറ് ഇതിനെ അനൗൺസ് ചെയ്തപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 70% തരാം, 30% കമ്പനി ഗവൺമെൻറ്റിന് മതി, ബാക്കി നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ആരും ഏറ്റെടുത്തില്ല. അത് കഴിഞ്ഞ് മുഴുവൻ തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തില്ല. അങ്ങനെ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് നമ്മുടെ കേരള ഗവൺമെൻറ് വിളിച്ചു കൂട്ടി. അവിടെ ധാരാളം പേര് വന്നിരുന്നു. അവിടെ ഏകദേശം 350 കൂടുതൽ കമ്പനികളും ഏജൻറ്റുകളൊക്കെ വന്നു. പക്ഷേ എന്നിട്ടും ആരും ഏറ്റെടുത്തില്ല. ബിക്കോസ് ഓഫ് ദി സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി വീലൂടെയാണ് അവർ ഏറ്റെടുത്തിരുന്നത്. അത് ഏറ്റെടുത്താണ് നമ്മുടെ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി. അങ്ങനെയാണിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അവിടെ വലിയൊരു ബോർഡ് തന്നെയുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ മറയൂർ. ഇത് രാജകീയ വൃക്ഷമായ ചന്ദനം വളർത്തു, കോടികൾ സമ്പാദിക്കൂ, പണം കൈനിറയെ പണം നേടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആരും ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഇതിനെ ഏറ്റെടുത്ത് 25 വർഷം. അതെ. അപ്പോൾ ഇത്രയും വർഷം 25 വർഷത്തെ ട്രഡീഷണൽ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി ഇത് ഏറ്റെടുത്ത് ഈ കൈതൊട്ട മേഖലകളിലെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ MDയും ചെയർമാനുള്ള ഈ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരിത് ഏറ്റെടുത്തോടുകൂടി ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഫുള്ളായിട്ട് വിശ്വസിക്കുക, കണ്ണും അടച്ച് വിശ്വസിക്കുക. അത് മാത്രമല്ല, ഇതിൻ്റെ ഫൈനൽ ഹാർവെസ്റ്റിംഗ് ടൈമിൽ ഇപ്പോൾ ജനങ്ങൾ ചോദിക്കും ഇതെന്തിനാണ് ഈ ജസ്പേഡ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഫൈനൽ ഹാർവെസ്റ്റിംഗ് ടൈമിൽ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് 5% കമ്പനികളാണ്. എഗ്രിമെൻറ്റഡ് ആണ്. അതെ, എഗ്രിമെൻറ്റ് ആദ്യം തന്നെ ഉണ്ടാവും. അത് നമ്മളുടെ കയ്യിലാണ്. കാരണം നമുക്ക് ഈ കസ്റ്റമറിന് പൈസ വരുന്നത് ട്രഷറി വഴിയാണ്. ട്രഷറി വഴി കസ്റ്റമറിന് പൈസ കിട്ടുമ്പോൾ അതിൽ നിന്ന് കൊടുക്കേണ്ടത് ആ കസ്റ്റമറാണ് കൊടുക്കേണ്ട കമ്പനി. അതെ, അതുകൊണ്ട് തന്നെ കാണിക്കുന്ന വിശ്വാസ്യത അതെ അന്ന് നമ്മൾ കാണിക്കണം. ആ 5% കൊടുത്തുകൊണ്ട് കാണിക്കണം. അത് ഓൾറെഡി എഗ്രിമെൻറ്റിലുണ്ട്. അത് വാങ്ങാൻ വേണ്ടി കൂടിയാണ് ഇവർ ഇത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അതിലൂടെ ഇതിനെ വിശ്വസിക്കുന്ന 28,000 പേരെ കോടീശ്വരനാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചെയ്തിട്ടുള്ളത്? എല്ലാ കമ്പനികളും അവരവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇവർ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഗവൺമെൻറ്റിനുള്ള ഫുൾ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് പ്രകൃതിയെ കൂടി സംരക്ഷിച്ചുകൊണ്ടെന്നുള്ളതാണ് മെയിൻ പോയിന്റ്. ഏറ്റവും വലിയ കാര്യം അതാണ്. കാരണം ഇപ്പോൾ വലിയ വലിയ റോഡുകളൊക്കെ വരുമ്പോൾ ധാരാളം മരങ്ങൾ ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ വരുന്ന ടെമ്പറേച്ചർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വരാൻ പോകുന്ന സമയത്ത് ഇത് വലിയൊരു ഭവിഷ്യത്തിലേക്ക് മാറുമ്പോഴാണ് ഇവിടെ 5,60,60,000 കൂടുതൽ മരങ്ങൾ വെച്ചുകൊണ്ട്, അതും ചന്ദന മരങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഓക്സിജൻ ഇത് കൂട്ടിക്കൊണ്ട് നമ്മുടെ കമ്പനി ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റീപ്ലാന്റേഷൻ എന്നുള്ള ഒരു കാര്യം പലരും പറയുകയുണ്ടായി. അതായത് നിങ്ങൾക്ക് ഈ മരം
10 വർഷത്തിൻ്റെയോ 15 വർഷത്തിൻ്റെ ഉള്ളിലോ മുറിച്ച് ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ റീപ്ലാന്റേഷൻ പോസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതും ജസ്റ്റ് പെയ്ഡ് കമ്പനി നിങ്ങൾക്ക് കൂടെ തീർച്ചയായിട്ടും. അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം അവിടെ ഉണ്ട്. അതിനുവേണ്ടി ഇനി പണം മുടക്കേണ്ട കാര്യമില്ല. സ്ഥലം വാങ്ങാൻ വേണ്ടി നമുക്ക് പൈസ ഇനി മുടക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് ആ ഇയർലി വരുന്ന മെയിൻ്റെനൻസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അവർ വീണ്ടും അത് റീപ്ലാന്റ് ചെയ്ത് അവർ തന്നെ വളർത്തി വലുതാക്കി അവർക്ക് 5% അവസാനം കിട്ടിയാൽ മതി. ഇപ്പോൾ 5 കോടി രൂപ ഒരാൾക്ക് കിട്ടുമ്പോൾ 25 ലക്ഷം. സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതെ, അത് എവരി 12 to 15 ഇയേഴ്സിൽ നമുക്ക് അത് 5 കോടി കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫ്യൂച്ചർ. അതായത് നമ്മൾ വേറെ ഏതൊരു കൃഷി ചെയ്താലും ശരിയാ, ബാക്കി കൃഷികളെല്ലാം വേണം. പക്ഷേ ഈ കൃഷിയിലൂടെ ഒരു ഫാമിലിക്ക് കിട്ടുന്ന കോടികളാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ആർമിയിൽ സർവീസ് ചെയ്താൽ എനിക്ക് 1 കോടിയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നാൽ ഇവിടെ വെറും 12 വർഷത്തിനുള്ളിൽ കിട്ടാൻ പോകുന്നത് 5 കോടിയിൽ മേലെയാണ്. 5 കോടി ഏറ്റവും കുറഞ്ഞതാണ്. ഗവൺമെൻറ് തന്നെ പറയുന്നു വരുന്ന ഒരു 10, 12, 15 വർഷത്തിനുള്ളിൽ 1 കിലോ ചന്ദനത്തിന് 1.5 ലക്ഷത്തിൽ മേലെ പോകുമെന്ന് പറയുന്നു. നമ്മൾ ജസ്പെയ്ഡ് ഇൻഡസ്ട്രി പറയുന്നു 87,500 കൂട്ടിയാൽ മതി. നമ്മൾ ഒത്തിരി ഒന്നും കൂട്ടണ്ട. കൂടുതൽ കിട്ടുകയാണെങ്കിൽ ബോണസ്. നമസ്കാരം. സാറിൻ്റെ പേര്? ഷിബു. ബിന്നൽ. എടപ്പള്ളിയിലാണ് താമസം. എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിയത്? ഈ പ്രൊജക്റ്റിലേക്ക് എത്തിയത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ പ്ലോട്ടിൻ ചന്ദനമരത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാനത് എനിക്ക് വയനാടാണ് സ്ഥലമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കണ്ടു, എനിക്ക് ബോധ്യപ്പെട്ടു. ആ സ്ഥിതിക്ക് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തു. ഓക്കെ. സാറ് പ്രോപ്പർട്ടി വാങ്ങിയതിന് ശേഷമാണോ അതിൽ പ്ലാന്റേഷൻ പ്രോസസ്സ് നടന്നത്? ഇല്ല, പ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ കർഷക സംഘടനയിൽ ഈ ഒരു കൂട്ടായ്മയിൽ എത്തിയപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് നിങ്ങളൊരു വളർച്ച ഉണ്ടായോ ഇതിൽ വന്നതിന് ശേഷം? കർഷക കൂട്ടായ്മയിൽ എത്തിയ പിന്നെ നമുക്ക് വേണ്ടെന്ന് സപ്പോർട്ടല്ല, ഈ കർഷക കൂട്ടായ്മ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നത്. നമ്മൾ ഒന്നും ഇൻഡിവിജ്വലായിട്ട് അത് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ സംഘടന വഴി നമുക്ക് എല്ലാ സപ്പോർട്ടും കമ്പനിയും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, കർഷക കൂട്ടായ്മയും ജസ്പെയ്ഡൊക്കെ കൂടെ സഹകരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പലരും പറഞ്ഞു. അതിൽ സാർ അംഗമാണോ ഈ ടൂറിസ്റ്റ് പദ്ധതിയിൽ? അതെ, അതിൽ അംഗമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 മുതൽ കുറച്ച് വർഷം കാലാവധിയായിട്ട് അത് കഴിഞ്ഞിട്ടല്ലേ ഇൻകം കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കോട്ടേജ് പ്രൊജക്റ്റ് വന്നായിരുന്നു. അതും ഞാൻ പർച്ചേസ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ആ കോട്ടേജിൽ നിന്ന് തന്നെ ഒരു കേവ് മോഡൽ കോട്ടേജാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കത് ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ റണ്ണിങ് ആയി കഴിയുമ്പോൾ നമുക്ക് റെൻ്റ് ഔട്ട് വരും. ഇപ്പോൾ എങ്ങനെയായാലും ഇങ്ങനത്തെ ഒരു പദ്ധതിയിലേക്ക് വരുമ്പോൾ ചെറിയ ആശങ്കകൾ ഉണ്ടാവില്ലേ? മാം എന്തെങ്കിലും ഒരു ആശങ്ക ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നോ? ഒരു ആശങ്കയുമില്ല, ഉണ്ടായിരുന്നില്ല. എത്ര വർഷമായിട്ടപ്പം ഈ ഒരു കൂട്ടായ്മയിലുണ്ട്? ഈ ഒരു തുടക്കം മുതലുണ്ടോ? ഒരു വർഷത്തോളമായിട്ട്? ഏകദേശം ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തോളം ഒരു 10 മാസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇത് ഞങ്ങൾക്ക് തന്നെ ഡൗട്ടായിരുന്നു, ഈ മരമാണല്ലോ വളർന്നില്ലെങ്കിലോ എന്നൊരു സംശയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പോയി 2-3 പ്രാവശ്യമായിട്ട് വയനാട് പോയി കണ്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മളുടെ മരം സാധാരണ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ 4.5 വർഷം കൊണ്ട് വളരേണ്ട ഒരു 10 മാസം കൊണ്ട് അതിൻ്റെ തടിക്ക് വളർച്ച എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഉദ്ദേശിക്കുന്നത് ഇതൊരു 10 വർഷം ആവില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് 50 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ വരുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട് വെട്ടാവുള്ള. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നേരത്തെ നമ്മുടെ കയ്യിലേക്ക് ഫണ്ട് വരുമെന്നാണ് വിശ്വാസം. അത് ഇപ്പോൾ പോരാത്തതിന് കമ്പനി പ്രൊട്ടക്ഷൻ മെയിൻ്റനൻസ് എല്ലാം കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം കമ്പനി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ CCTV ചിപ്പ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കമ്പനി? എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കമ്പനി തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്തത്. നിങ്ങൾ ആ ക്യാമറ വിഷ്വൽസ് നോക്കാറുണ്ടോ? എല്ലാം നോക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെയാണ് കമ്പനി ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ്, വിലയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് വയനാടാണ്, അപ്പം ഇത്രയും ഒരു എമൗണ്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ചാർജും സ്ഥലത്തിൻ്റെ ചാർജും ഒക്കെ ഒന്നിച്ചാണ് കമ്പനിയിൽ നമ്മൾ അടച്ചാണ് പ്രോപ്പർട്ടി നിങ്ങൾ കർഷകർ സ്വീകരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? അതിനെക്കുറിച്ച് പറയാനാണെങ്കിലേ ഇത് വില കൂടുതലാണെന്നല്ല, പക്ഷേ കുറഞ്ഞു പോയെന്നാണ് എൻ്റെ വിഷയം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വലിയ വാല്യൂ വന്ന ഒരു മരമാണ്. അപ്പോൾ അത് സ്വർണത്തിനേക്കാൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ സെക്യൂരിറ്റി അനുസരിച്ച് വലിയ ഹ്യൂജ് എമൗണ്ട് മുടക്കേണ്ടി വരും. ഇപ്പം ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ 1.5 കോടി രൂപയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ആ സ്ഥാനത്ത് ഈ കമ്പനി ഈ ഒരു ചെറിയൊരു എമൗണ്ടിന് നമുക്ക് തരുന്നത് തന്നെ വളരെ ആശ്വാസമാണ്.
അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, എൻ്റെ ഫാമിലി മറ്റുള്ള മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കും താല്പര്യം വന്ന സ്ഥിതിക്കും പലരും എടുത്തിട്ടുമുണ്ട്. സാറിൻ്റെ പേര്? എൻ്റെ പേര് അഭിലാഷ്. ലിറ്റി അഭിലാഷ്. എവിടുന്ന സ്ഥലം? എവിടെ? വീട് തിരുവല്ല. തിരുവല്ല. നിങ്ങൾ എത്ര വർഷം, ഇപ്പോൾ ഒരു വർഷമാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്, ആ ഒരു വർഷം മുതൽ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണോ? യെസ്, ഞങ്ങൾ ഈ കമ്പനി ഒരു പ്രൊജക്റ്റ് 1400 ഏക്കറിൻ്റെ പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ സാൻഡൽവുഡ് പ്ലാന്റേഷൻ, അത് ഞങ്ങൾക്ക് ആദ്യം അട്രാക്റ്റീവ് ആകാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കമ്പനിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ കമ്പനിയുടെ ട്രസ്റ്റ് അവരിലുള്ള ട്രസ്റ്റ് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഓഫറിൽ നമ്മളൊരു കോട്ടേജ്, ഒരു പ്ലോട്ട് 5 സെൻറ്റും 20 ചന്ദനമുള്ള വയനാട്ടിൽ പോയി സ്ഥലം കണ്ടു, കണ്ടിട്ടാണ് നിങ്ങൾ ഓഫറിൽ വന്നത്. നിങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ, ഇപ്പോൾ ഒരുപാട് പേര് ഇതിന്റെ ഭാഗമായി. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ കൊണ്ട് എല്ലാം ഇതിനകത്ത് റെഫർ ചെയ്ത് അവർ ഇപ്പം നമ്മളുടെ പാർട്ടായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ. കാരണം ഞങ്ങൾ ആദ്യം പ്ലാന്റേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു ഫ്യൂച്ചറിലേക്കുള്ള എനിക്ക് 45 വയസ്സ് കഴിഞ്ഞു, എനിക്കൊരു 60 വയസ്സാകുമ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് ഞാനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പം ഞങ്ങൾ കോട്ടേജും ചെയ്തിട്ടുണ്ട്, കോട്ടേജിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പ്രോജക്റ്റാണ് ടൂറിസം കോട്ടേജ്. അത് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെയാണോ? അല്ല, അതൊരു വേറെ സ്ഥലത്ത് തന്നെയാണ്. അത് ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ 5 സെൻറ്റ് സ്ഥലത്തിൽ 4 സെൻറ്റിൽ പ്ലാന്റേഷൻ, സാൻഡൽവുഡിൻ്റെ പ്ലാന്റേഷൻ, 1 സെൻറ്റിനകത്ത് നമ്മൾ ടൂറിസം മഡ് ഹൗസ് ആണ് ചെയ്യുന്നത്, ടൂറിസം കോട്ടേജ്. നമ്മുടെ കേരളത്തിലെങ്ങും അങ്ങനെ ഒരു, അതെ, വയനാട് കുറച്ചുകൂടെ ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേരുന്നത് കൊണ്ട് മഡ് അതൊരു ടൂറിസം പദ്ധതിയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണെന്നും പറയാം. കാരണം 90 കേവ് ഹൗസ് അല്ലെങ്കിൽ മഡ് ഹൗസ് വരുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ സന്തോഷമുണ്ട് ആ ഒരു പ്രൊജക്റ്റിൽ പാർട്ടാകാൻ. 60 കോടിയുടെ പ്രോജക്റ്റാണത്. അതും ഇതുപോലെ തുടക്കം ആയതുകൊണ്ട് ഓഫറിലാണോ? നമ്മൾ ഈ പ്ലാന്റേഷന്റെ പ്രോജക്റ്റ് ഓഫർ കിട്ടിയിരുന്നു. നിങ്ങൾ തുടക്കം മുതലുള്ള ആളുകളാകുമ്പോൾ അതിൻ്റെതായ ഒരു കൺസിഡറേഷൻ ഒക്കെ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കമ്പനിയുടെ സപ്പോർട്ടും അതിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞങ്ങളിപ്പം രണ്ടാമതും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം NRIs കുറച്ച് പേര് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സും എല്ലാം ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മഡ് ഹൗസിൻ്റെ ഒരു പ്രോജക്റ്റ് പറഞ്ഞില്ലേ, അതെങ്ങനെ ടൂറിസം മുന്നോട്ട് വെച്ചിട്ടാണ്? അപ്പോൾ നിങ്ങൾക്കാണോ അതിൻ്റെ മന്ത്ലി ഇൻകം ആണോ, അല്ലെങ്കിൽ നിങ്ങളത് കൊടുക്കുകയാണോ, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനങ്ങൾ? എങ്ങനെയാണ് നമ്മൾ ഈ ടൂറിസം കോട്ടേജ് എന്ന് പറയുന്നത് അവിടെ മന്ത്ലി ഉള്ള ഇൻകം ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് ഉള്ള നമുക്ക് റിട്ടേൺ ആണ് നമുക്കതിൽ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് കമ്പനി ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടി അതിനകത്ത് നമുക്ക് പാർട്ടാകാം. അതുപോലെ തന്നെ ഫുള്ളായിട്ടും പർച്ചേസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ പേരിൽ നമുക്ക് ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പോലും ആധാരം ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി. അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനും ഇതിനൊരു പാർട്ടാകാം, ഒരു പാർട്ട്ണറാകാം എന്നുള്ളതാണ് കോട്ടേജിൽ. തീർച്ചയായിട്ടും. അപ്പം ഈ 2 പ്രോജക്റ്റിലും ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഈ ടൂറിസം പ്രോജക്റ്റിൽ കിട്ടുന്ന ഒരു ഇപ്പോൾ ഡയറക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ല? സ്ഥാനത്തിന് വേണ്ടിയല്ല, ഞങ്ങൾ പറഞ്ഞില്ലേ മന്ത്ലി ഞങ്ങളുടെ ബിസിനസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് മന്ത്ലി ഒരു ഇൻകം ടൂറിസത്തിൽ നിന്ന് കിട്ടും, ഫ്യൂച്ചർ ഇൻകം നമുക്ക് പ്ലാന്റേഷൻ കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളിപ്പം പ്ലോട്ട് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം പറയും 15 വർഷം കഴിഞ്ഞിട്ടല്ല ഇതിൽ റിട്ടേൺ ഉള്ളൂ എന്നുള്ളൊരിത് പറയുമ്പം നമുക്ക് കോട്ടേജ് സ്ഥാനത്ത് ആ വ്യക്തിക്ക് നമുക്കൊരു കോട്ടേജ് അവിടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. കാരണം അതാകുമ്പോൾ മന്ത്ലി ഒരു ഇൻകവും കിട്ടും. 15 വർഷം കഴിയുമ്പം 16 ചന്ദനത്തിൽ നിന്നുള്ള വരുമാനവും കിട്ടുകയാണ്. പ്ലോട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ കോട്ടേജിൽ നിന്ന് മന്ത്ലി കിട്ടുന്നു. അത് കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ട് പ്ലാന്റേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഈ ടൂറിസം പദ്ധതിയിൽ ഈ മഡ് ഹൗസിന്റെ പാർട്ടാവാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ നിബന്ധനകളൊന്നുമില്ല. അപ്പം ഇത് പറഞ്ഞില്ലേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം പറയുന്നത് നമ്മൾ പഠിച്ചപ്പോൾ ആ കമ്പനിയുടെ ബേസ്, അവരുടെ 25 വർഷമായിട്ടുള്ള അവരുടെ സേവന പാരമ്പര്യം, അവരുടെ ഡെഡിക്കേഷനും ആ ഒരു കാര്യമാണ് നമ്മളിതിൽ അട്രാക്ട് ചെയ്യാനായിട്ട്. കമ്പനിയാണ്, അതിലുള്ള ട്രസ്റ്റാണ് നമ്മൾ ഈ കോട്ടേജിൽ പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കമ്പനി തുടങ്ങുക എന്ന് പറയുന്നതും അവസാനിപ്പിക്കുക എന്ന് പറയുന്നതും വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല 25 വർഷമായിട്ടുള്ള കമ്പനിയാണെന്ന് പറഞ്ഞു. 25 വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഉള്ളവർ ഇപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഉണ്ട്. കാരണം അത് വലിയൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ്. 1 വർഷമായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു പ്ലോട്ട് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നാളെ 15 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ 5 സെന്റ് സ്ഥലം അവിടെ കിടക്കുക. റീപ്ലാൻ സമയം വീട് വയ്ക്കണമെങ്കിലോ എങ്ങനെയാണെങ്കിലും അത് വിഷയമല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ കമ്പനി അതിൻ്റെ അതായത് ഈ പ്രത്യേകിച്ച് പ്ലാന്റേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പഠിക്കേണ്ട ഭൂമിയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ പ്ലോട്ടിനും ഞങ്ങൾ പോയി കണ്ട വയനാട്ടിൽ എല്ലാം ഒരു 49 സീറ്റ് ബസ് കയറുന്ന വഴിയായിരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡ്. കൂടാതെ തന്നെ ഈ പ്ലോട്ട്
ലീഗാലിറ്റി എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ, കാരണം ഇത് മിച്ചഭൂമിയാണോ അല്ലെങ്കിൽ പ്ലാന്റേഷനാണോ എല്ലപ്പട്ടയാണോ ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്ത് പട്ടയഭൂമി അല്ലെങ്കിൽ പുരയിടായിട്ടുള്ള വസ്തു ആണ് എങ്കിൽ മാത്രമേ അതിന് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടണേ, അതായത് ഗ്രീൻ സോൺ ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താണ് കമ്പനി പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. മാമിൻ്റെ പേര്? മോളുക്കുട്ടി ചാക്കോ. എവിടെ സ്ഥലം? സ്ഥലം ആലപ്പുഴയിലെ കുട്ടനാട് വെളിനാട് വില്ലേജിലുള്ള. മാം എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത്? പ്ലാന്റേഷൻ എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ സുഹൃത്തുമായി പറഞ്ഞാണ് ഞങ്ങൾ ഇതിനകത്ത് എത്തിയത്. നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാണ്. ഞങ്ങൾക്ക് നെൽകൃഷിയാണ് സാധാരണ ഞങ്ങളുടെ കൃഷി. കൃഷി കുടുംബമാണ്. കൃഷി കുടുംബമാണ്. ഇപ്പോഴും കൃഷിയുണ്ട്? ഇപ്പോഴും കൃഷിയാണ്. അതുകൊണ്ടാണ് ഇതും കൂടെ ഒന്ന് നോക്കാമെന്ന് കരുതി വന്നതാണോ? അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം തന്നെ ആണെങ്കിൽ നെല്ല് കൊടുത്തിട്ട് PRS കൈവച്ചുകൊണ്ടിരിക്കുക. 5-6 ലക്ഷം രൂപയുടെ നെല്ല് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഫലം, ഇപ്പോഴും കൈവച്ചുകൊണ്ടിരിക്കുക നമ്മൾ. നമുക്ക് ഇതിന് ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആക്ഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി അതെല്ലാം ചെയ്യുമെന്നുള്ള നല്ല പൂർണ്ണ വിശ്വാസം അവരെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. 1 ഏക്കർ നിലം മേടിക്കണമെങ്കിൽ തന്നെ 10 ലക്ഷം രൂപ വേണം. അപ്പം ഇത് വാങ്ങിച്ചിട്ട് അതായത് 1 ഏക്കർ നിലത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു വർഷം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ 10-40 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. അതിൽ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഇത് 15 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒത്തിരി കിട്ടാൻ വലുതാണ്. നമുക്ക് ചന്ദനത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അതിന് നല്ല വില കിട്ടുന്നതാണ്. നമുക്ക് പുറകോട്ട് പോവുകയില്ല, എല്ലാം മുന്നോട്ടേ പോകത്തുള്ളൂ എന്നുള്ള ധാരണയുണ്ട്, ഉത്തമ ബോധ്യമുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറഞ്ഞല്ലോ, സ്ഥലത്തിന്റെ വിലയെ കുറിച്ച് അത് എങ്ങനെയുള്ള ഒരു സമയത്താണ് മാഡം? ഞങ്ങൾ ഫസ്റ്റിലേ എടുത്തതാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് നടന്നിട്ടുണ്ടോ? അന്ന് ഈ നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ സ്ഥലം എടുത്തിട്ടുണ്ട്, നട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ചെന്ന് കണ്ട് സ്ഥലത്തെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളിത് അഡ്വാൻസ് കൊടുക്കുന്നത്. ഓഫർ അന്ന് ഞങ്ങൾക്ക് ഓഫർ റേറ്റ് കിട്ടി ആദ്യം ഒരു വർഷത്തെ. ഇപ്പോൾ 1 വർഷം ആകുന്നു തൈ വെച്ചിട്ട്. നിങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മയുണ്ട്. അതിനെ കുറിച്ചൊക്കെ എന്താ തോന്നിയിട്ടുള്ളത്? അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്. ഇത് കർഷക കൂട്ടായ്മയാണ്. എല്ലാവരുടെയും ഒരു നല്ല സ്നേഹ സഹകരണമുണ്ട്. നമസ്കാരം മാം. മാമിൻ്റെ പേര്? എൻ്റെ പേര് സന്ധ്യ അനീഷ്. എവിടെ സ്ഥലം? സ്ഥലം ഇവിടെ എറണാകുളം തന്നെയാണ്, പള്ളുരുത്തി. ജോലി ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു 10-14 വർഷത്തോളം ഒമാനിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് കേട്ടതും അറിഞ്ഞതും. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് വളരെ സജീവമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സാധ്യത, ഈ സാൻഡൽവുഡിൻ്റെ സാധ്യതയാണെങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു തരുമ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് കിട്ടുന്ന റിട്ടേൺസും ഇതിന് കിട്ടുന്ന സെക്യൂരിറ്റിയും നമുക്ക് തരുന്ന മാനേജ്മെൻറ്റ് ട്രസ്റ്റൊക്കെ വരുമ്പോൾ വളരെ സാധാരണക്കാർക്കാണെങ്കിലും ആ ഒരു നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാം ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചത്. ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. നിങ്ങളൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്. ഇതിൽ കൂട്ടായ്മയിൽപ്പെട്ട പലരുടെ അടുത്തും സംസാരിച്ച പലരും പറഞ്ഞത് ഞങ്ങളുടെ ജീവിത മാർഗ്ഗമാണ്, ഞങ്ങൾക്കുള്ള പ്രതീക്ഷയാണ്, ഞങ്ങളുടെ സേവിങ്സ് ആണ് എന്നുള്ള രീതിയിൽ. മാം പറയുന്നതും വിദേശത്ത് നിന്ന് വന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന്റെ ഭാഗമായി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാർ പോലും ഇതിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയും സ്വീകാര്യതയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പുറത്തായിരുന്നു, ഞാനിവിടെ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ടു, അത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ വെറുതെ കിടക്കും. പക്ഷേ നമ്മളൊരു പ്ലോട്ട് വാങ്ങിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു മാനേജ്മെൻറ്റിൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഭാവിയിലേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫിക്സഡ് എമൗണ്ട് നമ്മൾ ബാങ്കിലിടുന്ന പോലെ അല്ലല്ലോ, നമുക്കൊരു 15 to 20 years ആ ഒരു എമൗണ്ടിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്നാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാം. ബാങ്കിലെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫിക്സഡ് എമൗണ്ട് ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് നമ്മൾ ആ കുട്ടികളുടെ പേരിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിലുള്ള ആൾക്കാർക്കാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം നമുക്ക് തോട്ട് ചെയ്യുമ്പോൾ അറിയാം ഈ സാൻഡൽവുഡിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് അല്ല ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു എമൗണ്ട് ഉണ്ട് നമുക്ക് ഓൾറെഡി, പക്ഷേ ഇത്രയും ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായാലും ചേഞ്ച് ആവും. നമ്മുടെ ഒരു ചിലവെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചിലവല്ല ഭാവിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹാപ്പിയാണ്. ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും സാധാരണക്കാർക്കും ഇപ്പോൾ ജീവിതമാർഗ്ഗം എന്ന് മാഡം ചോദിച്ച പോലെ തന്നെ ഭാവിയിലേക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും ആ ഒരു 15 years കഴിയുമ്പോൾ ഞാനും ഒരു കോടീശ്വരിയാണ് എന്നൊരു പറയാനുള്ളൊരു ഇത് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ കിട്ടും.
മാമിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഷേർലി പി കെ. മാം എങ്ങനെയാണ് ജസ്പേഡ് കമ്പനിയുടെ സാൻഡൽവുഡ് പ്ലാന്റേഷനിലേക്ക് എത്തിയത്? ഞാൻ ഈ പ്ലാന്റേഷനിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു 1-2 സുഹൃത്തുക്കളോട് ഇത് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എൻ്റെ ഫാമിലിപരമായിട്ട് ഞങ്ങൾ കർഷകരാണ്. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ അവിടെ എപ്പോഴും റബ്ബറും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കൃഷിയോട് കൂടുതലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം എൻ്റെ ലൈഫ് ഇപ്പം ഞാൻ എൻ്റെ ഏജ് ഇപ്പോൾ എത്രയായി, അപ്പോൾ എൻ്റെ ലൈഫ് ഒന്ന് ഒരു റിട്ടയർമെൻ്റ് ഒക്കെ ഒരു സെക്യൂറായിട്ടാകണമെങ്കിൽ എപ്പോഴായാലും എനിക്കും അറിയാം കൃഷിയാണ് യോജിച്ചതെന്ന്. അപ്പോൾ ഞാനതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സാൻഡൽവുഡിൻ്റെ പ്രോജക്റ്റിനെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കൂടെ കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ 1-2 ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിലേക്ക് ഭാഗമായി വന്നു. അപ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് വാങ്ങിക്കാനും സാധിച്ചു. എൻ്റെ ലൈഫ് സെക്യൂർഡ് ആയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് ജെനുവിനാണെന്ന് മനസ്സിലായി. കാരണം നമ്മുടെ പണം ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ മറ്റേ ട്രേഡിങ്ങിലോ അല്ലെ ക്രിപ്റ്റോയിലോ ഒക്കെ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ പണം എങ്ങോട്ട് പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം വളർച്ച നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, നമ്മളിപ്പം 20 സാൻഡൽവുഡ് ചേർന്നൊരു പ്ലോട്ട് ഞാൻ വാങ്ങിച്ചപ്പം എൻ്റെ കൃഷി അവിടെ വളരുന്നുണ്ടെന്നും എനിക്ക് എപ്പോഴും പോയി നോക്കണ്ട. കാരണം നമുക്ക് CCTV അലർട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് വല്ലപ്പോഴും ഒരു ടൂറ് പോകുന്ന പോലെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് പോകാനുള്ള അവസരവും നമുക്കിതിനകത്തുണ്ട്. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് എന്നൊരു പ്രദേശത്ത് ഈ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചപ്പം നമ്മളൊരു ടൂറ് പോകുന്നതിന് തുല്യമായിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഞാൻ ഈ കമ്പനിയെക്കുറിച്ചൊക്കെ അന്നേരം പഠിച്ചപ്പം നല്ല രീതിയിലാണ് ഇത് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കി നമുക്ക് പണം സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ പ്ലോട്ട് എടുത്തത്. കേട്ടല്ലോ, അതായത് ഈ പദ്ധതിയിൽ ചേർന്ന 7 പേരുടെ അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഇവരോട് നേരിട്ട് വിളിക്കുക, എന്നിട്ട് നിങ്ങൾക്കും ഈ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ, ജസ്പേഡിൻ്റെ ഈ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. വല്ല തട്ടിപ്പിലും പെടാതെ, നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ ഈ കാണുന്നതെല്ലാം വലിയ തട്ടിപ്പ് പലതും പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് മാത്രമാണ് നടക്കുന്നത്. എന്നാൽ ഇത് സ്ഥലം വാങ്ങി നമ്മുടെ പേരിലാക്കി നമ്മൾ തന്നെയാണ് ഇതിൻ്റെ അവകാശി. നമ്മൾക്ക് തന്നെ ഇതിങ്ങനെ കൃത്യമായി നോക്കി നടത്താൻ പറ്റും. കാരണം ഇവിടെ നിന്നുകൊണ്ട് CCTV ദൃശ്യങ്ങൾ വഴി നമുക്ക് അവിടെ കൃത്യമായി അവർ പരിചരിക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും കോട്ടങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 15 വർഷത്തെയുള്ള പാക്കേജാണ് ഈ കമ്പനി കൊടുക്കുന്നത്. ഇതുവരെ 2 വർഷമായി ഇത് വാങ്ങിയിട്ടുള്ള ആളുകൾ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ അവർക്കെതിരെ തിരിയും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചേർന്നവർക്ക്, ഈ പങ്കാളികളായവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. അതോടൊപ്പം പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇതിലെ നമ്പറിൽ ബന്ധപ്പെടുക, ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് അവർ മുഖാന്തരം പുതിയ പ്ലോട്ടുകൾ വാങ്ങുക. അതായിരിക്കും കുറച്ചും കൂടി സുരക്ഷിതം. നന്ദി, നമസ്കാരം.